ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഗൈസ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നി. സോ നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ മോസ്റ്റ്ലി നമ്മളിനി ഖത്തറിലേക്ക് 95% നമ്മൾ വരാൻ സാധ്യതയില്ല. സോ ഞങ്ങളൊരു 6 ഇയേഴ്സ് മുന്നെയാണ് ഖത്തറിൽ RP ഒക്കെ എടുത്ത് വന്നത്. സോ എല്ലാവരെയും പോലെ തന്നെ നമുക്കിവിടെ സ്ഥിരമായിട്ട് നിൽക്കണം ആൻഡ് അതൊക്കെയായിരുന്നു നമ്മുടെയും പ്ലാനിങ്സ്. ബട്ട് സാഹചര്യങ്ങൾ കാരണം ഞാനും മക്കളും ഇനിയിപ്പം ഖത്തറിലേക്ക് ഒരു 95% വരാൻ സാധ്യതയില്ല. അപ്പം നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് നാട്ടിലാണ് ബെറ്റർ എന്ന് തോന്നി. സോ നമ്മൾ ഇനി ഖത്തറിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത് വി ഡോണ്ട് നോ. സോ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരുപാട് നെസ്റ്റാൾജി തന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ആസ്പെയർ പാർക്ക്. പണ്ട് നമ്മൾ അയാനൂസ് ചെറുതായിരിക്കുമ്പം എപ്പോഴും വരുമായിരുന്നു. സോ അങ്ങോട്ട് എനിക്ക് കുറച്ച് പോകണമെന്ന് തോന്നിയിട്ടോ. അപ്പം ഈ ഒരു സ്കൈ ഒക്കെ ഭയങ്കര ഒരു ഭംഗി തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസ് എടുത്ത് വെക്കാം. സോ എനിക്ക് എപ്പോഴേലും ഇതിപ്പോൾ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ക്യാൻ കം ഹിയർ ആൻഡ് ലുക്ക് റൈറ്റ്. അപ്പോൾ ഒരുപാട് മെമ്മറീസ് തന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ഒരുപാട് സന്തോഷമുള്ള മെമ്മറീസ് തന്നിട്ടുണ്ട്, ഒരുപാട് സങ്കടമായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് ഖത്തറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് കല്യാണം കഴിഞ്ഞ നിയർലി ആഫ്റ്റർ 1 ഇയറിന് ശേഷമാണ് ഞാൻ ഖത്തറിലേക്ക് പെർമനൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അവിടെ ജോബ് സെർച്ചിങ്ങിൻ്റെ കുറേ എക്സ്പീരിയൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ അങ്ങനെ കുറേ ജോലി കിട്ടിയിട്ട് ഞാനായിട്ട് കളഞ്ഞിട്ടുണ്ട്, കുറേ ജോലികൾ കിട്ടാതെ പോയിട്ടുണ്ട്, അതിൻ്റെ റിജക്ഷൻസ് ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കിട്ടാതെ പോയ ജോലികളൊക്കെ ഞാൻ വീണ്ടും ചിലപ്പോൾ IT തന്നെ ഞാൻ നിൽക്കാൻ വേണ്ടിയായിരിക്കും ആദ്യത്തെ ജോബൊക്കെ കിട്ടിയിട്ടും ഞാൻ കളഞ്ഞു പോയതും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഖത്തർ തന്നിട്ടുണ്ട് എനിക്ക്. ഇപ്പം നമുക്ക് ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത FIFA വേൾഡ് കപ്പിൻ്റെ വോളണ്ടിയർ ആവാൻ പറ്റിയിട്ടുണ്ട് ഖത്തറിൽ വന്നിട്ട്. അങ്ങനെ കുറേ നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, കുറേ വിഷമമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കോവിഡിൻ്റെ സമയത്ത് ഡിപ്രഷൻ അടിച്ച് റൂമിൽ ഇരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ മെമ്മറീസ് ഖത്തർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ബേബീനെയും കൊണ്ട് ഈ ഒരു സ്പേസിലൊക്കെ നമുക്ക് വരുമ്പോൾ ഒരു നല്ല രസമല്ലേ. അപ്പം അങ്ങനെ അതാണ് ഞാൻ ഈ വീഡിയോ കുറേ ആയിട്ട് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ കുറേ നാളായിട്ടും ഇങ്ങനെ ലോങ് വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ട്. To your breath for it's been too long now. I think that I want a second guess you, a second guess me, a second guess them. Don't second guess me. Live in the moment, cause we are so free. And in this moment അങ്ങനെ നമ്മൾ ആസ്പെയർ പാർക്കിൽ കുറേ നേരം കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നു കേട്ടോ. അപ്പം ഇനി നമ്മൾ ഖത്തറിലേക്ക് മോസ്റ്റ്ലി വരില്ല എന്നറിയുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ആസ്പെയർ പാർക്കിന് എപ്പോഴും കാണുന്നതിനേലും ഭയങ്കര ഭംഗി തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നടക്കുകയാണ്. അയാനൂന് എപ്പോഴും ഖത്തർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അവൻ 5 months മുതൽ ഏകദേശം ഒരു 5 ഇയേഴ്സ് വരെയും അവന് ഇവിടെ പെർമനൻ്റ് ആയിട്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് നാട്ടിലത്തെ മെമ്മറീസിനേലും കൂടുതൽ അവന് ഇഷ്ടം ഖത്തറാണ്. ഖത്തറിലെ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര ജീവനാണ്. ഖത്തർ മെട്രോ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഖത്തർ എപ്പോഴും നമ്മുടെ ഒരു സെക്കൻഡ് ഹോമാണ്. നമുക്ക് കുറേ എന്തൊക്കെയോ നൊസ്റ്റാൾജിക് ഫീലിങ്സ് തന്നിട്ടുണ്ട്, കുറേ സാഡും കുറേ ഹാപ്പി ആയിട്ടുള്ള ഫീലിങ്സൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളപ്പോൾ ആസ്പെയർ പാർക്കിൽ ഇങ്ങനെ ഡക്കും ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ ഇങ്ങനെ നിന്നിട്ട് വെറുതെ ഇങ്ങനെ ഈവനിങ് വൈബാക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നോക്കി നിന്നു. പിന്നെ അയാൻ കുറേ നേരം ആ ഡക്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കളിച്ചു കേട്ടോ. അപ്പം നല്ലൊരു എന്താ പറയുക, നമുക്ക് നല്ലൊരു ഫീൽ കിട്ടും ഇവിടെ ഈവനിങ് വന്നു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് വേറെ തോന്നിയിട്ടുള്ളൊരു കാര്യം, നമുക്ക് നാട്ടിലും ഇവിടെയും വേറെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഫെസിലിറ്റീസുള്ള പാർക്കും കാര്യങ്ങളുമൊക്കെ നാട്ടിൽ കുറവല്ലേ. ലൈക്ക് ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ കുറവാണ്. പിന്നെ അതൊക്കെ നമ്മൾ നല്ലോണം മിസ് ചെയ്യും നാട്ടിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ നാടിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമായിരുന്നു. സോ അവിടെ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ ഈ അരയന്നം ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സോ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇവിടെ ഇപ്പോഴാണ് കേട്ടോ ഇത്രയും വന്നത്. പണ്ട് ഈ ഒരു റൈഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇവിടെ വന്ന് നിന്ന് കാണാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്പുറത്തൊരു ഫൗണ്ടെയിൻ ഉണ്ട്, നല്ല രസമാണ്. ഇങ്ങനെ നമ്മൾ
ഇങ്ങനെ വാട്ടറിൻ്റെ ഫൗണ്ടെയിൻ പോലെ. സോ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ നടക്കാൻ പറ്റും. പണ്ട് ഞാനും അയാനൊക്കെ ചെറുതായിരിക്കുമ്പം ഇവിടെ ഇങ്ങനെ അയാനൂനെയും കൊണ്ട് ഇങ്ങനെ ഓടുകയൊക്കെ ചെയ്യായിരുന്നു. സോ ആ ഒരു മെമ്മറീസൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി ഗൈസ് ആ ഫൗണ്ടെയിൻ്റെ അടുത്തേക്ക്. അങ്ങനെ അയാനും ഒക്കെ കുറേ നേരം വെള്ളമൊക്കെ നനഞ്ഞ് അവിടെ നിൽക്കുവാണ്. സോ ഗൈസ് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടോ. അപ്പം അയാനൂന് ഇവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പാർക്കുണ്ട്. അപ്പോൾ അയാനു പാർക്കിലൊക്കെ പോയി കളിച്ചു. അപ്പോഴേക്കും ബേബി നമ്മുടെ ഉറങ്ങിയിട്ടോ. ദേ ആ കാണുന്ന പാർക്കിലാണ് അവൻ കളിക്കാൻ പോയത്. സോ ബേബി ഉറങ്ങിയപ്പോൾ നമ്മൾ ബേബീനെ അവിടെ ഇരുത്തി ഒരു ഷീറ്റ് വിരിച്ചിട്ട് അങ്ങനെ അവനെ കിടത്തി ഉറക്കി. പിന്നെ ഖത്തർ, വി ലവ് ഖത്തർ ഓൾവേസ്. എപ്പോഴും നമ്മളുടെ മെമ്മറീസ് ഖത്തറുമായിട്ട് ഇങ്ങനെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ ഉണ്ടാവും ഗൈസ്. ലാസ്റ്റത്തെ പാർക്ക് വീഡിയോ ആണ് ഗൈസ്. Hope you guys will like the video. So do share, like and subscribe our channel. Bye. സോ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു സ്ട്രോബെറി ഐസ്ക്രീമും കുറച്ച് പോപ്കോണും വെള്ളമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് യാത്ര പറയുകയാണ് ഗൈസ്. സോ നമ്മൾ ആസ്പയർ പാർക്കിനോടും അങ്ങനെ ഇവിടുത്തെ ഓർമ്മകളോടും വിട പറഞ്ഞിട്ട് നമ്മളിനി പുതിയൊരു അധ്യായമായിരിക്കും ഇനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാം. പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് ഇത് സെക്കൻഡ് ഹോം ആണെങ്കിലും നമുക്ക് നമ്മുടെ റൂട്ട്സിലോട്ട് തിരിച്ചു പോകണം. അപ്പോൾ അത്രേ ഉള്ളൂ.